ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചില സന്ദർഭങ്ങളിൽ മലപ്പുറം എന്നും മിണ്ടാൻ പാടില്ല. മലപ്പുറം പ്രത്യേകമായിട്ടൊരു രാജ്യമാണ് എന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഞമ്മന്റെ രാജ്യമാണ്, അതുകൊണ്ട് മലപ്പുറത്തെ തൊട്ട് കളിക്കണ്ട, കാച്ചിക്കളയും അങ്ങനെ ഇങ്ങനെ. ശരി, ഇസ്ലാം മതത്തെ വിമർശിച്ചിട്ട് ഈ മലബാറിന്റെ മണ്ണിൽ ജീവിക്കാൻ പറ്റില്ല. അയ്യോ, മലബാർ എന്താ കേരളത്തിലല്ലേ? കേരളം എന്താ ഇന്ത്യയിലല്ലേ? ഇന്ത്യ തന്നെയാണല്ലോ ഇത്. അഫ്ഗാനിസ്ഥാനും സിറിയയും താലിബാനും ഒന്നുമല്ലല്ലോ. ചോദിച്ചു പോകുന്നതാ. അല്ല, നമ്മളെയൊക്കെ നാട് കടത്തണമെന്നും കെട്ടുകെട്ടിക്കണമെന്നും ഒക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ഒരു നാടിനും ഒരു പ്രത്യേകതയുമില്ല. ഇവിടെ എല്ലാവർക്കും ഒന്നിനൊന്നായിട്ട് ജീവിച്ചു പോകുക തന്നെ വേണം. നമ്മൾ ജനിച്ചു മരിക്കുന്നത് വരെ നമുക്കിവിടെ കഴിഞ്ഞു പോയേ പറ്റൂ. പ്രത്യേകം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിഭാഗത്തിന് മാത്രം എന്തെങ്കിലും മേൽക്കോയ്മ ഇവിടെ അതൊന്നും നടപ്പില്ല. ഏകോദര സഹോദരങ്ങളായിട്ട് നമ്മൾ എത്രയോ കാലമായിട്ട് ഇവിടെ ജീവിച്ചു വന്നു, ഇനിയും അങ്ങനെ തന്നെ തുടരും. അതൃപ്തികളെ തുറന്ന് പറയുക തന്നെ ചെയ്യും. ഉത്തരം കിട്ടിയ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും, ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. അത് അപരാധങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ തോന്നലിന് മരുന്നില്ല. ഇസ്ലാം വിമർശനങ്ങൾക്ക് അതീതമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനും പറ്റില്ല. എല്ലാ മതങ്ങളും വിമർശനയോഗ്യം തന്നെയാണ്. വിമർശനങ്ങൾക്ക് അതീതമല്ല ഒന്നും. എല്ലാം വിമർശനങ്ങൾക്ക് അനുസൃതമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ്. അതാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകുകയും ചെയ്യും. ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് വസ്തുതകൾ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വിഷയം വന്നു, നമ്മളത് കേട്ടു. അത് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് KT ജലീൽ പറയുന്നു, ഇപ്പോൾ മയക്കുമരുന്ന് വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് മുസ്ലിം നാമധാരികൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മതവിദ്യാഭ്യാസത്തിന്റെ അഭാവമാണോ എന്നാണ് KT ജലീൽ ചോദിച്ചു വരുന്നത്. വളരെ ചെറിയ പ്രായം മുതൽ മദ്രസകളിൽ വിട്ട അദബും മര്യാദകളും മതപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങളും സ്വർഗവും നരകവും, എന്ത് പാടുണ്ട് എന്ത് പാടില്ല എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഫസൽ ഗഫൂറും ചോദിക്കുന്നുണ്ട്. അവരും ഏക്കർ കണക്കിന് ഭൂമി ഫറൂഖ് കോളേജിന് കൊടുത്തു, അത് എന്ത് ചെയ്തു എന്ന് അവർക്കും അറിയില്ല. അതും അദ്ദേഹം പറയുന്നുണ്ട്. അബ്ദുൽ നാസർ മദനി പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ക്രൂരകൃത്യങ്ങളിൽ, കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്നതിൽ അധികവും മുസ്ലിങ്ങളായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്ന് പറഞ്ഞ അട്ടഹാസം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് കരുതി ചോദിക്കാനുള്ള വസ്തുതകൾ ചോദിക്കാതെ പോകില്ല, പറയാനുള്ള വസ്തുതകൾ പറയാതെയും പോകില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങ് കൂച്ചുവിലങ്ങിടാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മുടെ വായ മൂടിക്കെട്ടാനും നമ്മളെ നിശബ്ദരാക്കാനും നോക്കണ്ട, സാധിക്കില്ല. സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും ശരി, അവകാശ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും നേടിയെടുക്കുക തന്നെ ചെയ്യും. അതൃപ്തികരമായ വസ്തുതകളെ തുറന്നു പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഈ രാജ്യത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ കടക്കൽ കത്തിവെക്കാൻ ഒരാളെയും അനുവദിക്കില്ല. യോജിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ പോകും. അത് എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ഇത് പറയാൻ പാടില്ലേ? വെള്ളാപ്പള്ളിക്ക് ശരി എന്ന് തോന്നുന്ന വസ്തുതകൾ ഉറക്കെ പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. 52-53% മുസ്ലിങ്ങളുള്ള മലബാർ മേഖലകളിൽ മറ്റുള്ളവർ ഒരുപാട് അപരവൽക്കരിക്കപ്പെടുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഒരുപാട് ഹനിക്കപ്പെടുന്നുണ്ട്. അവർക്ക് ശുദ്ധവായു കിട്ടാത്ത, സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു സാഹചര്യം മലപ്പുറത്തുണ്ട് എന്നത് ശരി തന്നെയാണ്. അതൊരു യാഥാർത്ഥ്യം തന്നെ. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ പറഞ്ഞത് വളച്ചാലും ഒടിച്ചാലും കുറ്റപ്പെടുത്തിയാലും വിമർശിച്ചാലും അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. മലപ്പുറം പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് സാമൂഹിക നീതിയില്ല എന്ന് പറഞ്ഞത് സത്യമാണെന്നും ഈഴവർ അവിടെ അടിമകളാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മതേതരത്വം പറയുന്ന ലീഗ് മലപ്പുറത്ത് ഒരു ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കുമോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. നമ്മുടെ ആളുകൾക്ക് ശ്മശാനമേ ഒട്ടിച്ചൂടാൻ പോലുള്ള അവസ്ഥയില്ല. എനിക്കറിയാമോ എന്തുകൊണ്ട് കുടുംബങ്ങളാകാൻ സാധിക്കില്ല? കാരണം നമ്മുടെ തന്നെ കുറവാണെന്ന് ഞാൻ അവിടെ പറഞ്ഞു. മറ്റുള്ളവർ ഒന്നായിരിക്കുന്നു. അവിടെ ഒന്നായി നിന്ന് നന്നായി, നമുക്ക് എന്തുകൊണ്ട് ഒന്നായി കൂടാ എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് അവർ. അവിടെ എല്ലാം ലീഗ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ മഹാഭൂരിപക്ഷമുള്ള ഇപ്പോഴുള്ള ആളുകൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നില്ല. ചിഹ്ന ഭിന്നമായിരിക്കുന്നു. ചിഹ്ന ഭിന്നമാക്കുവാൻ നമ്മളല്ലേ സാധിക്കൂ? സാധിക്കുമോ? ഇതെല്ലാം ഞാൻ തുറന്നു പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണോ? തന്റെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചിലർ പ്രചരിപ്പിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. വസ്തുതകൾ തുറന്നു പറയുന്ന തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. മലപ്പുറത്തെ 44% ഹിന്ദുക്കളിൽ ഒരാളെ പോലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല. മലപ്പുറത്ത് ഈഴവ സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനം പോയിട്ട് ഒരു ശ്മശാനം പോലുമില്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. മതേതര പാർട്ടിയാണെന്ന് പറയുന്ന ലീഗ് മതപാർട്ടി തന്നെയാണ്. ലീഗിൽ മതേതരത്വമില്ലെന്നും കോൺഗ്രസ് ലീഗിന്റെ തടവറയിലാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ഈഴവ സമുദായത്തിന് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു സ്കൂളോ കോളേജോ ഒറ്റെണ്ണം ഒരു ആ ജില്ലയിലില്ല. അതേസമയത്ത് മറ്റുള്ള സമുദായത്തെ ആലോചിക്കും. മുസ്ലിം സമുദായത്തിന് 7
കോളേജ് തന്നെ 11 ഉണ്ട്. ആ സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ആ MES ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആ മുസ്ലിം ലീഗിൽ ചില സമുദായക്കാരൊക്കെയാണ് ഇടയിലാണ് പറഞ്ഞാൽ ലീഗിന്റെ നേതാക്കന്മാർ, പ്രമുഖരായ നേതാക്കന്മാരാണ് അതിന്റെ ഉടമസ്ഥൻ. ഒരു ഹിന്ദുവിനെങ്കിലും ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിനെ നാളെ പേര് നിർത്തിയിട്ടുണ്ടോ? ഇത് കബളിപ്പിക്കലല്ലേ? മലപ്പുറം ആരുടെയും സാമ്രാജ്യമല്ല, എല്ലാവരുടെയും കൂടെ സാമ്രാജ്യമാണ്. 56% അവരുണ്ട് എന്നുള്ളതിൽ അവർ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അവിടെ വരുന്ന മറ്റ് 44% അടിച്ചമർത്തിക്കൊണ്ട് എല്ലാം 56% മേധാവിത്വം സൃഷ്ടിച്ചുകൊണ്ട് പോകുന്നത് എപ്പോഴും നല്ലതല്ല. അപ്പോഴാണ് ജാതി ഇതുണ്ടാകുന്നത്. റഹീമിന് സിൻഡിക്കേറ്റ് മെമ്പറാകാൻ 12 വോട്ട് നൽകിയത് SNDP ആണ്. മതവിദ്വേഷം ഉണ്ടായിരുന്നെങ്കിൽ റഹീമിന് പകരം ഏതെങ്കിലും ഈഴവനെ നിർത്തി വിജയിപ്പിക്കാമായിരുന്നില്ലേ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. അതുകൂടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. കോഴിക്കോട് സിൻഡിക്കേറ്റ് മെമ്പർ റഹീമുണ്ട്. ഈ ലീഗുകാരെ ആരും വോട്ട് കൊടുത്തില്ലല്ലോ. ഈ റഹീമിനെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് സിൻഡിക്കേറ്റ് മെമ്പർ ആക്കിയ ആരാണ്? നമ്മൾ 12 വോട്ട് ഈഴവന്റെ വോട്ട് കൊടുത്തത് റഹീമിനാണ്. ആ റഹീം ഇന്നും കോഴിക്കോട് ജനകത്തില്ല. ലീഗ് ഒറ്റ വോട്ട് കൊടുത്തോ? മറ്റു പലരും കൊടുത്തു. നമ്മൾ കൊടുത്ത് സൃഷ്ടിച്ചതാണ് റഹീം സിൻഡിക്കേറ്റ് മെമ്പർ. നമ്മുടെ ജാതിയിലായിട്ടാണോ റഹീമിനെ സിൻഡിക്കേറ്റ് ആക്കില്ലേ? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നവരെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചാൽ എന്ത് ചെയ്യും എന്ന് കരുതി പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റും. ഈ വിഷയത്തിൽ നമ്മുടെ സാമൂൽ സാറിന്റെ അഭിപ്രായം കൂടി ഒന്ന് കേൾക്കണം. സ്വതന്ത്ര ഇന്ത്യ, അതാണ് ഇന്ത്യ മഹാരാജ്യം. നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് അതാണ് നമുക്ക് തന്നത്. അതിനകത്ത് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ എന്റെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്ത്യയിൽ ഒരുവിധം എല്ലായിടത്തും പോയ ഒരാളാണ്. ഒരു മനുഷ്യന് സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജില്ലയാണ്, അതായത് ഏറ്റവും കൂടുതൽ മാക്സിമം 60-70% ആ ജില്ലയുമായിട്ട് പോകും മലപ്പുറം ജില്ലയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞ 100% സത്യമാണ്. അതിനെ മിനി പാകിസ്ഥാൻ എന്നും സ്വതന്ത്രമില്ലാത്ത സ്ഥലമാണെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞപ്പോഴും എന്നെ എതിർത്ത കേരളത്തിലെ ബുദ്ധിജീവികളും ഒരു വൃത്തികെട്ട ഇസ്ലാമിക തീവ്രവാദ സമൂഹങ്ങളും വെള്ളാപ്പള്ളി നടേശം പറഞ്ഞു കഴിഞ്ഞപ്പോഴും അയാളങ്ങനെ സംഖ്യയാവും. അത് വളരെ സത്യമില്ല, 100% സത്യമില്ല. ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ എനിക്ക് മലപ്പുറം ജില്ലയിൽ, അതായത് ഇവരുടെ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ആ സമയത്ത് എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റുമോ? ആലോചിക്കണ്ട നിങ്ങൾ. കടയ്ക്ക് ലൈസൻസ് കൊടുക്കുന്നതെന്ന്, ഒരു ഹോട്ടലിൽ ലൈസൻസ് കൊടുക്കുന്ന, ഗവൺമെന്റ് കൊടുക്കുന്ന ലൈസൻസ് എന്തോ, അത് ഇത്ര പ്രവർത്തിക്കും. അതിന് നോയമ്പിന്റെ സമയത്ത് അടച്ചിടാവുന്ന ഈ ലൈസൻസിനകത്ത് എവിടെയെങ്കിലും പറയുന്നുണ്ട്. ഇതിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കേണ്ടി വരും. പക്ഷെ നിർബന്ധിപ്പിച്ച്, അതായത് കാരണം ആ കമ്മ്യൂണിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കടകളുള്ളത്. ഒരു കംപ്ലീറ്റ് ക്ലാസ്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് മുസ്ലിമാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് 2 ദിവസം മുമ്പ്. അപ്പം അയാള് ആ ഫ്രണ്ടിന്റെ ബന്ധു ഈ അയാൾ ഡയബറ്റിക് പേഷ്യന്റ് ആണ്, അതിന്റെ ഹൈക്രോണിക് ഡയബറ്റിക്. അവിടെ ഒരു ആവശ്യത്തിന് പോയിട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു കടയിലെങ്ങാണ്ട് ഒരു ഗ്ലാസ് വെള്ളം, ഒരു ചായക്ക, പെട്ടെന്ന് വേറെ ആളൊരു ഹിന്ദു ഒരു വേറെ അല്പം ദൂരം മാറിയ പെട്ടെന്ന് അവിടെ കാരണം ഇയാൾക്ക് താടിയുണ്ട്, താടി തൊപ്പിയൊക്കെ ഉണ്ട്, സ്കൾപ്പ് ക്യാപ്പൊക്കെ ഉണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് ആൾക്കാർ വന്ന് നിനക്ക് നാണം ഇല്ലയോ? ഒരു മനുഷ്യന് അസുഖമാണ്. ഇതൊക്കെ ഉണ്ടായ സംഭവം. ഞാൻ വെറുതെ നിങ്ങൾ ഈ പറയുന്ന സുഡാപ്പികൾ പറയുന്നതുകൊണ്ട് ഞാൻ നാക്കെടുത്ത കള്ളത്തരം പറയുന്നത് മാത്രമാണ് സുഡാപ്പികളും മത തീവ്രവാദികളും. സംശയമുണ്ടോ? ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യം അതിന് ഏറ്റവും തടയിടുന്നത് ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലം മലപ്പുറം. അതിന് ആരും ഉത്തരവാദി? ഏറ്റവും കൂടുതൽ ഉത്തരവാദി മുസ്ലിം ലീഗ്. അവരുടെ കോട്ടയം. അവർക്ക് ഇസ്ലാമിക രീതിയിലുള്ള ഒരു രാജ്യമാക്കുക എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ എത്രയോ കറക്റ്റ്. അതിന്റെ രീതിയിൽ അത് ഫോളോ ചെയ്യും. വെള്ളാപ്പള്ളിയെ അടച്ചാക്ഷേപിക്കുകയും ഇവരെല്ലാം കൂടി അങ്ങോട്ട് പൊതിയുകയും ചെയ്താൽ ഈ സത്യം സത്യമല്ലാതാകത്തുമില്ല. ഇനി ഒരാൾ ഈ സത്യം തുറന്നു പറയാതിരിക്കത്തുമില്ല. അല്ല, അവരുടെ രീതി വന്നോണം, അവരുടെ രീതിയിലുള്ള ഡ്രസ്സുകൾ വന്നോണം. പിന്നെ ഇതിനെപ്പറ്റി പിന്നെ എന്തോ വെള്ളാപ്പള്ളി സത്യം സത്യത്തിൽ പറഞ്ഞു. അവിടെ ഇന്ത്യയിൽ എല്ലാവർക്കും ആഹാരം കഴിക്കാം. ഇപ്പോ മലപ്പുറത്തെ പാകിസ്ഥാൻ ഒന്ന് വിളിച്ചിട്ടുണ്ട് നമ്മുടെ നായനാര്. ആ സമയത്തൊന്നും ഇവർക്ക് ഒരു കുരുപൊട്ടലുകളും ഉണ്ടായിട്ടില്ല. ഇരിക്കട്ടെ, ഇവരെവിടെ പോയാലാണ് മര്യാദയ്ക്ക് ജീവിച്ച ചരിത്രമുള്ളത്? എവിടെ പോയാലും ഭീകരതയും തീവ്രവാദവും തന്നെയല്ലേ ഇവരെടുത്ത് വ്യാപരിപ്പിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇവര് നല്ല തനി തങ്കം, 10 മാറ്റ് തനി തങ്കം. ശരി, വെച്ചോ. നന്ദി.